ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ അനുഗ്രഹീതരും ദൈവത്തിന് പ്രിയരുമായ എന്നെ കേൾക്കാൻ എല്ലാ ദിവസവും താല്പര്യം കാണിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താവുമായ നമ്മുടെ മഹാദൈവത്തിൻ്റെ തിരുമുമ്പിലിരുന്ന് പ്രാപിക്കുന്ന ദൈവത്തിൻ്റെ വാക്കുകളും വചനങ്ങളും ദൈവിക ദൂതുകളായി തിരുവെഴുത്തിലൂടെ നിങ്ങളോട് പങ്കുവയ്ക്കാൻ എനിക്ക് ലഭിക്കുന്ന അവസരത്തിനായി ഞാൻ ഒത്തിരി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ മഹിമയ്ക്കായി, ദൈവം തരുന്ന അവസരങ്ങൾക്കായി, വചനത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് തിരുവചനം കേൾക്കാൻ താല്പര്യം കാണിക്കുന്ന നിങ്ങൾക്ക് സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ദൈവാലോചനയ്ക്ക് ആധാരമായ വേദവാക്യം മീഖാ പ്രവചനത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. മീഖാ പ്രവചനം 7-ാം അധ്യായം 11-ാമത്തെ വാക്യം. മീഖാ പ്രവചനം 7-ാം അധ്യായം 11-ാമത്തെ വാക്യം. നിന്റെ മതിലുകൾ പണിവാനുള്ള നാൾ വരുന്നു, അന്നാളിൽ നിന്റെ അതിർ അകന്നു പോകും. നിന്റെ മതിലുകൾ പണിയുവാനുള്ള നാൾ വരുന്നു, ആ നാളിൽ നിന്റെ അതിര് അകന്നു പോകും. മലയാളത്തിൽ നിന്റെ അതിര് അകന്നു പോകും എന്നെഴുതിയിരിക്കുന്നൊരു വാക്ക് പെട്ടെന്ന് നമുക്ക് പിടികിട്ടിയെന്നിരിക്കുകയില്ല. മനസ്സിലാകാതെയൊന്നുമില്ല, പക്ഷേ പെട്ടെന്ന് പിടികിട്ടിയെന്നിരിക്കുകയില്ല. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് ആ വാക്യം: വെൻ ദ ടൈം കംസ് ഫോർ റീബിൽഡിങ് യുവർ വാൾസ്, ദാറ്റ് ടൈം വിൽ ഷുവർലി ബി എക്സ്റ്റെൻഡഡ്. നിന്റെ മതിലുകൾ വീണ്ടും പണിയാൻ വേണ്ടി ദൈവമായ കർത്താവ് ഒരുങ്ങുകയാണ്. അപ്പോൾ നിന്റെ അതിരുകൾ, നിനക്ക് കിട്ടുന്ന അവസരങ്ങൾ അതങ്ങ് എക്സ്റ്റെൻഡഡ് ആകും എന്നാണ് തിരുവെഴുത്തിനകത്ത് കാണാൻ കഴിയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിലൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ കൃപയിൽ ഞാൻ ആശ്രയിക്കുകയാണ്. മീഖാ പ്രവചനത്തിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 7 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, ദൈവത്തിങ്കിലേക്ക് നോക്കുന്ന, രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കുന്ന, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നൊരു ഭക്തനെയാണ്. വീഴ്ചകളും താഴ്ചകളും തകർച്ചകളും ഒക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് താഴേക്ക് വായിച്ചാൽ കാണാൻ കഴിയും. പക്ഷേ ഈ പ്രതിസന്ധികളുടെയൊക്കെ നടുവിൽ ദൈവത്തെ കാത്തിരിക്കുന്ന, ദൈവത്തിങ്കിലേക്ക് നോക്കുന്ന, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നൊരു ഭക്തൻ, ആ മനുഷ്യൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിങ്കിലേക്ക് നോക്കുമ്പോൾ, ദൈവത്തിങ്കൽ കാത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന മറുപടിയാണ് ദൈവത്തിൻ്റെ തിരുവെഴുത്തിനകത്ത് നാം വായിച്ച ഭേദഭാഗത്ത് കാണാൻ കഴിയുന്നത്. ആ മറുപടി പ്രകാരമാണ്: നിന്റെ മതിലുകൾ പണിയുവാനുള്ള നാള് വരുന്നു. അതിനൊന്ന് വളരെ ചിന്തനീയമായ നിലവാരത്തിൽ നമ്മുടേതാക്കി ആ വാക്യത്തെ അടിവരയിട്ട് സൂക്ഷിക്കുകയും വരുന്ന നാളിലേക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാൻ ഈ വചനം ഏറ്റവും അനുഗ്രഹമാണ്. എന്തുകൊണ്ടെന്നാൽ ആ വചനത്തിലൊരു ശുഭപ്രതീക്ഷ മറഞ്ഞു കിടക്കുന്നു, വലിയ പ്രത്യാശ മറഞ്ഞു കിടക്കുന്നു, ഒരു ഭാവി മറഞ്ഞു കിടക്കുന്നു, ഒരു സാധ്യത മറഞ്ഞു കിടക്കുന്നു. എന്താണ്? നിന്റെ മതിലുകൾ ഇടിക്കാൻ പോവാന്നല്ല, ഇടിഞ്ഞു കിടക്കുമെന്നല്ല, നിന്റെ മതിലുകൾ തകർന്നു പോകുമെന്നല്ല, നിന്റെ മതിലുകൾ പണിയുവാനുള്ള കാലം വരുന്നു എന്നല്ല എഴുതിയിരിക്കുന്നത്. അതെ, ആ മതിലുകൾ പണിയുവാനുള്ള നാള് വരികയാണ്. അപ്പോൾ ഒന്നുകിൽ ഈ ഇസ്രായേൽ രാഷ്ട്രത്തോടുള്ള ബന്ധത്തിലാണ് ഈ പ്രവചനങ്ങളൊക്കെ നാം നമ്മുടേതായിട്ട് വേദപുസ്തകത്തിൽ നിന്ന് ഈ വാക്കുകൾ ഏറ്റെടുക്കുകയാണ്. മതിൽ ഒരു സുരക്ഷിതത്വം തരുന്നതാണ്, മതിൽ അതിര് നിശ്ചയിക്കുന്നതാണ്, മതിൽ പല പല കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ വേദപുസ്തകത്തിൽ മതിൽ നമുക്ക് വേദപുസ്തക വ്യാഖ്യാനത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും. മതിലല്ല ഇന്നെൻ്റെ പ്രഭാഷണ വിഷയം നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ മതിലിനെ അധികം കയറി പിടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും മതിലുകൾ അതിൻ്റേതായ ദൗത്യം നിർവഹിക്കുന്നു ഈ മണ്ണിൽ. ഇവിടെ ആത്മീകമായ ഭാഷയിൽ പറയുന്നു ഇസ്രായേൽ ജനതയോട്, ദൈവത്തിൻ്റെ ജനത്തോട്, ദൈവത്തിൻ്റെ മക്കളോട് അല്ല, ഇന്നിത് കേൾക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്ന വാക്കായി ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഈ വചനം നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുക. എന്താ പറയുന്നത്? നിൻ്റെ മതിലുകൾ പണിയുവാനുള്ള നാൾ വരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ പറയുന്നത് പോലെ ഇത് ഈ വർഷാവസാന ദിവസങ്ങളാണ്. കർത്താവ് വരാൻ താമസിച്ചാൽ, നമുക്ക് ആയുസ്സും ആരോഗ്യം തന്നാൽ 2025 സർവശക്തനായ ദൈവം നമുക്ക് തരികയാണ്. പരിശുദ്ധ ദൈവത്തിൻ്റെ തിരുമുമ്പാകെ നാം പ്രാർത്ഥിക്കുമ്പോൾ വരാനിരിക്കുന്ന നാളുകൾ മതിലിടിയുന്ന നാളുകളല്ല, വരാനിരിക്കുന്ന നാളുകൾ മതിൽ പൊളിയുന്ന നാളുകളല്ല. ഒരതിരുമില്ല, യാതൊരു നിയന്ത്രണമില്ല.
വന്നും പോയും കയറി ഇറങ്ങിയും ചോർന്നും എല്ലാമായി ശൂന്യതകൾ വരുത്തുന്ന ഒരു നാളുകളല്ല വരാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ വചനത്തെ അടുത്ത നാളിലേക്കുള്ള ശുഭകരമായ ദൂതായിട്ട് വിശ്വസിച്ച് ഏറ്റെടുക്കാൻ പറ്റുമോ? എൻ്റെ ജീവിതത്തിൽ ഒരു മതിൽ പണിയാനുള്ള നാൾ വരികയാണ്. അടുത്ത നാളുകൾ വരുമ്പോൾ പല കാര്യത്തിലും ഒരു നിയന്ത്രണം, ഒരു കൺട്രോൾ, ഒരു ദൈവത്തിൻ്റേതായിരിക്കുന്ന ഒരു ബൗണ്ടറി, ഇതെല്ലാം ദൈവമായ കർത്താവ് ചെയ്യാൻ പോകുകയാണ്. ഒരു മതിൽ നമുക്ക് സുരക്ഷിതത്വം നൽകുന്നതല്ലേ? എൻ്റെ മതിലുകൾ ഇടിഞ്ഞതിൻ്റെ, എൻ്റെ കോമ്പൗണ്ട് വാള് പോലെ സുരക്ഷിതമായിരുന്ന എൻ്റെ ജീവിതത്തിൻ്റെ അതിരുകൾ തകർന്നതിൻ്റെ വലിയ വേദനയും പ്രയാസമൊക്കെ അനുഭവിക്കുന്നു എന്ന് പറയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? വിശ്വസിക്ക്. കർത്താവിൻ്റെ പ്രതീക്ഷ നൽകുന്ന വാക്കാണ്. എന്താണ് പറഞ്ഞത്? നിൻ്റെ മതിലുകൾ പണിയുവാനുള്ള നാള് വരുന്നു. ഈ വാക്യത്തിൻ്റെ ഒന്നാം ഭാഗം അതാണ്. മതിലുകൾ പണിയാനുള്ള നാളുകൾ വരുന്നു. രണ്ടാം ഭാഗം, അങ്ങനെ മതിൽ പണിയുമ്പോൾ അന്നാളിൽ നിൻ്റെ അതിർ അകന്നു പോകുമെന്ന് എഴുതിയിരിക്കുന്നത്. പക്ഷേ ആ വാക്കിൻ്റെ യഥാർത്ഥത്തിൽ അർത്ഥം ഇതാണ്: നിനക്ക് ഭയങ്കര മതിൽ പണിയുമ്പോൾ ഇത്രയും നാളും പൊളിഞ്ഞു കിടന്നതായിരിക്കാം, നിങ്ങളത് മനസ്സിൽ കാണണം. ഇത്രയും നാളും അത് ഉരുണ്ട് വീണ് താഴെ കിടന്നതായിരിക്കാം, ശത്രു ഇടിച്ചതായിരിക്കാം, എന്തുമാകട്ടെ. എന്നാൽ ദൈവം ഇനി മതിൽ പണിയുമ്പോൾ അകത്തേക്ക് കയറ്റി വെച്ച് ചുരുക്കി പണിയുമെന്നല്ല പറഞ്ഞത്, പുറത്തേക്ക് ഇറക്കി കെട്ടി എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന് എഴുതിയിരിക്കുന്നത്. എക്സ്പാൻഷൻ നടക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ തന്നെ ദൈവാത്മാവിൽ വിശ്വസിക്കുക. അടുത്ത നാളുകൾ കർത്താവ് ചരട് പിടിക്കും. എന്തിന്? മതിൽ കെട്ടാൻ. അളവ് നൂല് പിടിക്കും. അളവ് നൂല് പിടിക്കുന്ന വേളയിൽ ഒരിക്കലും അകത്തേക്ക് കയറ്റി വെച്ച് ചുരുക്കിക്കളയാൻ ദൈവമായ കർത്താവ് ഇടയാക്കത്തില്ല. ദൈവമായ കർത്താവ് നിൻ്റെ മതിലുകൾ പണിയുമ്പോൾ നിനക്കൊരു വിശാലത വരുത്തും. ഒരു എക്സ്റ്റൻഷൻ, കുറച്ചുകൂടെ പുറത്തേക്ക് ഇറക്കി വെച്ച് ഇടുങ്ങിയ സാഹചര്യം മാറ്റി വിശാലമായ നിലവാരത്തിലേക്ക് ദൈവമായ കർത്താവ് കൊണ്ടുവരും. അതുകൊണ്ട് വിശ്വസിച്ച് ദൈവത്തിൻ്റെ പാദപീഠത്തിൽ മുന്നോട്ട് പോകാൻ മനസ്സ് വയ്ക്ക്. ഞാൻ ചുരുങ്ങിപ്പോകില്ല. അടുത്ത നാളുകൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു ആത്മപ്രേരണയിൽ നിങ്ങൾ ചിലരെ നോക്കിക്കൊണ്ട് ഞാൻ ഈ ദൂത് കൈമാറുകയാണ്. അധികം താമസിയാതെ ദൈവം നിങ്ങളുടെ മതിലുകൾ പണിയാനുള്ള നാളുകൾ വരുന്നു. നിങ്ങൾക്ക് അടുത്ത വർഷത്തേക്കൊരു ഗ്രീറ്റിംഗ് മെസ്സേജായി ദൈവസന്നിധിയിൽ ഹൃദയത്തിൽ കരുതാം. നിങ്ങൾക്കൊരാശംസ സന്ദേശമായി നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങൾ സ്നേഹിക്കുന്നവർക്ക് പങ്കുവെക്കാം. മീഖാ പ്രവചനം 7-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം ഇപ്രകാരം നാം വായിച്ചു. അതിൽ നിന്ന് ലളിതമായിരിക്കുന്ന ആശയം പങ്കുവെക്കുന്നു. നിൻ്റെ കുഞ്ഞുങ്ങൾ ചുരുങ്ങിപ്പോകത്തില്ല. ഞെരുക്കം, പ്രയാസമുള്ള കാലമുണ്ടായിരുന്നു. മതിലിടിഞ്ഞതുപോലെ ചില നഷ്ടങ്ങൾ വന്നപ്പോൾ, ചില തോൽവികൾ വന്നപ്പോൾ, ചില പരാജയങ്ങൾ വന്നപ്പോൾ, ചിലർ നിന്നെ ഇട്ടിട്ട് പോയപ്പോൾ, ചിലർ നിന്നെ ഉപേക്ഷിച്ചപ്പോൾ നിൻ്റെ മതിലിടിഞ്ഞു. ഒരു സുരക്ഷിതത്വമില്ല. എങ്ങനെ ഞാൻ ജീവിക്കും? കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തും? എങ്ങനെ ഈ കടഭാരങ്ങൾ തീരുമെന്നൊക്കെ ഓർത്ത് ഭാരപ്പെട്ട ഒരു കാലം ഉണ്ടായിരുന്നില്ലേ? മതിലിടിഞ്ഞ കാലം. കർത്താവ് കണ്ണുനീര് കണ്ടു. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയ 7-7 മീഖാ പ്രവചനം, അവിടെ നിന്നാണ് ഈ സന്ദേശം ആരംഭിക്കുന്നത്. ഞാൻ ഇടയ്ക്കുന്നൊരു വാക്യം വായിച്ചുവെങ്കിലും 7-7 വായിച്ചിട്ടേ 7-11 നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. 7-7 പറഞ്ഞിരിക്കുന്നത്, ഞാൻ കർത്താവിലേക്ക് നോക്കി, എൻ്റെ ദൈവത്തിനായി കാത്തിരുന്നു, എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു മറുപടി വന്നു. എന്താ മറുപടി? ഞാൻ നിൻ്റെ മതിലുകൾ പണിയാൻ പോകുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒറ്റപ്പെട്ടവരെ, തകർന്നുപോയവരെ, എന്തൊക്കെയോ ശത്രു കയറി ഇറങ്ങി സകലതും പിച്ച് ചിന്തി നശിപ്പിച്ചു എന്ന ആത്മഭാരമുള്ളവരെ, സ്വർഗം പറയുന്നു, നിൻ്റെ കുടുംബത്തിന്, നിൻ്റെ കുടുംബ ജീവിതത്തിന്, നിൻ്റെ തലമുറയ്ക്ക്, നിൻ്റെ സമ്പത്തിന്, നിൻ്റെ നഷ്ടങ്ങളൊക്കെ വരുത്തി വെച്ച ആ മേഖലയ്ക്ക് സ്വർഗം ഒരു സ്ട്രോങ് വാൾ, ഒരു വലിയ മതിൽ കെട്ടാൻ പോവുകയാണ്. ആ മതിൽ കെട്ടുമ്പോൾ നിശ്ചയമായും പുറത്തേക്ക് ഇറക്കി വെച്ച് കുറച്ചുകൂടെ വിശാലത വരുത്തി ഇത് കെട്ടുവാനിടയായിത്തീരും. ഞാനിങ്ങനെ പറഞ്ഞു നിർത്താം. ഈ യോബിൻ്റെ ജീവിതത്തിൻ്റെ മതിലുകൾ, വേലികൾ ദൈവം ഒരിക്കൽ പൊളിച്ചു കൊടുത്തു. കുറേ കാലം, എത്ര നാളാണെന്ന് എനിക്കറിയില്ല, ആ മതിൽ അഥവാ വേലി പൊളിഞ്ഞു കിടന്നു. കുറേ കാലം കഴിഞ്ഞപ്പോൾ ദൈവം ആ വേലി കെട്ടിയിട്ടുണ്ട്. അതിന് നീക്കുപോക്ക് വന്നല്ലോ. അങ്ങനെ നീക്കുപോക്ക് വന്ന വേലി കെട്ടിയപ്പോൾ ആ പഴയ കുറ്റിയിൽ വെച്ചല്ല വേലി കെട്ടിയത്. കാരണം ഇപ്പോൾ ഇയ്യോബിനെല്ലാം ഇരട്ടിയായി. 500 ഒട്ടകങ്ങളുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 1000 1000 ആടുകളുണ്ടായിരുന്നു, ഇപ്പോൾ 2000 അപ്പോൾ അതിന് വിശാലമായി ഇറക്കി കെട്ടണ്ടേ? ബൗണ്ടറി കുറച്ചുകൂടെ വിശാലമാക്കണ്ടേ? അതുകൊണ്ട് സ്വർഗം ഏതെങ്കിലും സമയത്ത്
നിങ്ങളുടെ മതിലിടിയാൻ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ, അതിനനുവാദം കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ, കർത്താവ് ആ മതിലിറക്കി കിട്ടും കുറച്ചുകൂടെ വിശാലമായി. ഞാൻ ആ വാക്യം ഒന്നോടെ പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. നിൻ്റെ മതിലുകൾ പണിയുവാനുള്ള നാൾ വരുന്നു. അടുത്ത ആണ്ടിൽ മതിൽ പണി ആരംഭിക്കും. ദൈവം ഉറപ്പിക്കും. അന്നാളിൽ നീ ചുരുങ്ങിപ്പോകില്ല. നിൻ്റെ അതിര് കുറേ പുറത്തേക്ക് അകലും. അപ്പോൾ ഇത് വിശാലമാകും. ഒരു എക്സ്റ്റൻഷൻ ദൈവമായ കർത്താവ് ചെയ്തു തരും. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മഹാമനസ്സിൻ്റെ ഉടമയാം സ്വർഗമേ, ഇടിച്ചു കളയുന്ന ശക്തികൾ ഇവിടെയുണ്ട്. ഏതൊക്കെയോ കാരണം കൊണ്ടും അതിലിടിഞ്ഞവരുമുണ്ട്. പക്ഷെ സ്വർഗം തരുന്ന വാക്കിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങ് മതിൽ പണിയും. മതിൽ പണിതാൽ ഞങ്ങൾക്കൊരു വിശാലത വരും. ഞങ്ങളത് കാത്തിരിക്കുന്നു. മതിലില്ലാതെ തുറന്നു കിടക്കുന്ന ഒരു ജീവിതമാകല്ലേ ഞങ്ങളുടേത്. ഉപദേശത്തിൻ്റെ, വചനത്തിൻ്റെ, ആത്മീകത്തിൻ്റെ മതിൽക്കെട്ടുകൾക്കകത്ത് ഞങ്ങൾ ജീവിക്കട്ടെ. ഞങ്ങൾ പടരട്ടെ, വളരട്ടെ. യോസേപ്പിനെ പോലെ മതിലിൻ്റെ പുറത്തേക്ക് പടരട്ടെ. ദൈവം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. എന്നെ കേട്ട എല്ലാവർക്കായി പ്രാർത്ഥിക്കുന്നു. അടുത്ത വർഷം കർത്താവെ, ഒരു എക്സ്റ്റൻഷൻ മതിൽ പണിയുമ്പോൾ സംഭവിക്കട്ടെ. സ്വർഗം അത് ചെയ്യും. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.